പ്രയാണം. നോമ്പുകാല ചിന്തകൾ 42-ാം ദിനം. ഒറ്റപ്പെട്ടവരെ ചേർത്തു പിടിക്കുവാൻ നയനം തുറക്കണം, ഹൃദയം ജ്വലിക്കണം. ഓശാന വിളികളുടെ അകമ്പടിയോടെ നാം വലിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ഞായറാഴ്ചയ്ക്ക് പീഡാനുഭവ ഞായർ എന്നൊരു പേരുണ്ട്. മനുഷ്യരക്ഷ എന്ന പുതിയ പുറപ്പാടിലേക്ക് രക്ഷകൻ കടന്നു വരുന്ന പ്രവേശന കവാടം കൂടിയാണ് ഈ ഞായർ. ഈശോ തൻ്റെ പീഡാസഹനങ്ങളിലേക്ക് മാത്രമല്ല, കഷ്ടാനുഭവ ആഴ്ചയിലേക്ക് അവിടുത്തെ ആവരണം ചെയ്യുന്ന ഭയാനകമായ ഏകാന്തതയുടെ പാതയിലേക്ക് കൂടിയാണ് ജെറുസലേമിലെ രാജകീയ പ്രവേശനത്തിലൂടെ പതിയെ നടന്നു കയറുന്നത്. ഓശാനയുടെ ആരവങ്ങൾക്കപ്പുറം തന്നെ കാത്തിരിക്കുന്ന ഭീകരമായ ഏകാന്തത അവിടുത്തെ മനസ്സിൽ തെളിഞ്ഞു വരുന്നുണ്ട്. പീഡാനുഭവ ആഴ്ചയിലെ ഈശോയുടെ ജീവിതരേഖ പരിശോധിച്ചാൽ ഒറ്റപ്പെടലിൽ നിന്ന് മനുഷ്യവംശത്തെ കരകയറ്റാൻ അവിടുന്ന് ചെയ്ത പ്രവൃത്തികൾ കാണാനാകും. ശിഷ്യന്മാരോടൊപ്പം ഈശോ പെസഹ ഭക്ഷിക്കുന്നു. പെസഹ വിരുന്നിലെ കാലുകഴുകൽ ശുശ്രൂഷയിലൂടെ ഒന്നിച്ചു പോകേണ്ടതിൻ്റെ ആവശ്യകത അവിടുന്ന് ശിഷ്യരെ ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യൻ ഒരിക്കലും ഒറ്റപ്പെടാതിരിക്കുവാൻ തൻ്റെ ശരീരരക്തങ്ങൾ വിഭജിച്ചു നൽകുന്ന വിശുദ്ധ കുർബാന സ്ഥാപിക്കുകയും യുഗാന്ത്യം വരെ മനുഷ്യരോടൊപ്പം ഉണ്ടാകുമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. യുഗാന്തം വരെ ഞാൻ എന്നും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. ഒറ്റപ്പെടുന്നവർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ പൗരോഹിത്യം എന്ന കൂദാശ അവിടുന്ന് സ്ഥാപിച്ചു. ഭയാനകമായ മരണത്തിനു മുമ്പായി അവിടുന്ന് ഗെത്സമേൻ തോട്ടത്തിലേക്ക് പോകുമ്പോൾ അവിടുത്തെ പ്രിയ ശിഷ്യന്മാരായ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും തന്നോടൊപ്പം ആയിരിക്കുവാൻ അവിടുന്ന് തിരഞ്ഞെടുത്തു. ഒറ്റപ്പെടലാൽ അകറ്റാൻ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടവർ ഉറങ്ങുന്ന കാഴ്ച അവന് ഹൃദയ നൊമ്പരമേകി. അവർ ഉറങ്ങുന്നത് കണ്ട് അവൻ പത്രോസിനോട് ചോദിച്ചു, എന്നോടുകൂടെ 1 മണിക്കൂർ ഉണർന്നിരിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ? ആരും ഒറ്റപ്പെട്ടിരിക്കാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല. കുരിശിൻ ചുവട്ടിൽ തൻ്റെ അമ്മ ഒറ്റയ്ക്കാവുന്നത് അവന് ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല. അതിനാൽ യോഹന്നാനെ അമ്മയ്ക്ക് മകനായും മറിയത്തെ യോഹന്നാന് അമ്മയായും നൽകുന്നു. ഒറ്റപ്പെടൽ ദൈവപുത്രൻ്റെ പോലെ വേദന ഉളവാക്കിയ യാഥാർത്ഥ്യമാണെങ്കിൽ നാം എത്ര കണ്ട് മറ്റുള്ളവർക്ക് താങ്ങും തണലുമായി നിൽക്കണം. 2022 ഓശാന ഞായറാഴ്ച സന്ദേശത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്രകാരം ഓർമ്മപ്പെടുത്തി: ആർക്കു വേണ്ടിയാണ് നാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്? അവിടുത്തെ നമുക്ക് ഒറ്റിക്കൊടുക്കാതിരിക്കാം. നമ്മുടെ ജീവിതങ്ങളുടെ കേന്ദ്രമായ അവിടുത്തെ നമുക്ക് ഉപേക്ഷിക്കാതിരിക്കാം. ദൈവത്തെയും സഹോദരങ്ങളെയും സ്നേഹിക്കുവാൻ വേണ്ടിയാണ് നാം ഈ ലോകത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ജീവിതം മറ്റുള്ളവരുടെ ശുശ്രൂഷയ്ക്കായി വ്യയം ചെയ്തില്ലെങ്കിൽ അത് പ്രയോജനരഹിതമാണെന്ന് നാം മനസ്സിലാക്കണം. ജീവിതം സ്നേഹത്താലാണ് അളക്കപ്പെടുന്നത്. അതിനാൽ ഈ വിശുദ്ധ ദിനങ്ങളിൽ നമ്മുടെ ഭവനങ്ങളിലുള്ള ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണതയുടെ പ്രതീകമായ ക്രൂശിത രൂപത്തിൻ്റെ മുൻപിൽ നമുക്ക് നിൽക്കാം. സ്വന്തം ജീവൻ നൽകി നമ്മെ രക്ഷിച്ച ദൈവത്തിൻ്റെ മുൻപിൽ ശുശ്രൂഷിക്കാനുള്ള കൃപ ജീവിതത്തിൽ ലഭിക്കാനായി നമുക്ക് പ്രാർത്ഥിക്കാം. സഹിക്കുന്നവരിലേക്ക് സഹായം ഏറ്റവും ആവശ്യമുള്ളവരിലേക്കും നമുക്ക് എത്തിച്ചേരാം. നമുക്ക് ഇല്ലാത്തതിനെക്കുറിച്ച് ചിന്തിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് നന്മ ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് ചിന്തിക്കാം. ആൾക്കൂട്ടത്തിലെ ഓശാന വിളികളേക്കാൾ ആത്മാർത്ഥത നിറഞ്ഞ സ്തുതി ആരാധനകളാണ് ഈശോ ഇഷ്ടം.